സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹീറോ എക്സ്പൾസ് 200 4 വാൽവ് മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മോഡൽ 2023 മോഡലായിട്ട് നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വണ്ടിക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ വിഡ്ത്ത്, ഗ്രൗണ്ട് ക്ലിയറൻസ്, സീറ്റ് ഹൈറ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യത്തെ മോഡൽ നമ്മൾ എണീച്ച് നിന്ന് ഓടിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഓഫ് റോഡിങ്ങിന് വരുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു ഓടിക്കാൻ. ഇപ്പോൾ അതെല്ലാം ചേഞ്ച് ആക്കിയിട്ട് എണീച്ച് നിന്ന് ഓടിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഡ്രൈവറിന് ഈസി ആയിട്ട് ഓടിക്കാനുള്ള എർഗണോമിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആകെ 159 കിലോ വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. വീൽ ബേസ് 1410 വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യമായി പറഞ്ഞാൽ അതിൻ്റെ മിറർ ചേഞ്ച് ആയിട്ടുണ്ട്. ബോഡി കളർ, വണ്ടിയുടെ കളർ ഏതാണോ ആ കളറിൽ തന്നെയായിരിക്കും ഇപ്പോൾ മിറർ വരുന്നത്. പിന്നെ മാറ്റ് ബ്ലാക്ക് കൂടി മിക്സ് വരും. സെയിം തന്നെയാണ് നക്കിൾ ഗാർഡിന് സംഭവിച്ചിരിക്കുന്നത്. നക്കിൾ ഗാർഡും വാഹനത്തിൻ്റെ കളറിൻ്റെ സെയിം തന്നെ നക്കിൾ ഗാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 കളറിലാണല്ലോ വാഹനം വരുന്നത്. അപ്പോൾ ഏത് കളർ സെലക്ട് ചെയ്യുന്നു അത് തന്നെ മിററും നക്കിൾ ഗാർഡും കിട്ടും. വിൻഷീൽഡ് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തിനേക്കാളും ഇരട്ടി വലുപ്പത്തിലുള്ള പൊക്കത്തിലുള്ള വിൻഷീൽഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹാലജൻ ബൾബ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ്സ് എല്ലാം മാറി. LED DRLs വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് വരുന്നത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ആദ്യം LED ആയിരുന്നു, ഇപ്പോൾ ഫുൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. 4 ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ബ്രിമ്മ് ബോഡി കളറായി മാറി. പിന്നെ അത് കൂടാതെ സ്പെഷ്യലായിട്ടുള്ള വാഹനത്തിൻ്റെ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ പ്രോ ആണെങ്കിൽ പ്രോയുടെ ഗ്രാഫിക്സ് വരും, പ്ലസ് ആണെങ്കിൽ പ്ലസിൻ്റെ ഗ്രാഫിക്സും ഇതിൻ്റെ അറ്റത്തായിട്ട് വരുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ താഴെയായിട്ട് മാറ്റ് ബ്ലാക്ക് കളറിൽ എൻജിൻ പോർഷനിലേക്ക് ചെളി കല്ലൊക്കെ അടിച്ച് കയറാതിരിക്കാനുള്ള ഒരു ഗാർഡും കൊടുത്തു. 37 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത്. കൂടാതെ ആൻറ്റി ഫ്രിക്ഷൻ ബുഷും വരുന്നുണ്ട്. ഫ്രണ്ട് സിംഗിൾ ചാനൽ ABS കിട്ടുന്നുണ്ട്. അത് കൂടാതെ 276 mm പെറ്റൽ ഡിസ്ക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 90-90-21 ട്യൂബ്ലെസ് ടയേഴ്സും നമ്മുടെ ഈ ഓഫ് റോഡിങ് വണ്ടിക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ടയറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഓഫ് റോഡിങ്ങിനും ഓൺ റോഡിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ടയേഴ്സാണ് കമ്പനി നൽകിയിരുന്നത്. CAT കമ്പനിയുടെയാണ് മിക്കവാറും ടയേഴ്സ് വരുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡ്യുവൽ ചാനൽ ABS കൂടി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. 200 cc പവർഫുൾ എഞ്ചിൻ ആയതുകൊണ്ട് കൂടുതൽ കൂളിങ്ങിനുള്ള ആവശ്യം നമുക്ക് വരുന്നതുകൊണ്ട് റേഡിയേറ്റർ, ഒരു ചെറിയ റേഡിയേറ്റർക്ക് വരുന്നുണ്ട്. കൂളൻ്റ് യൂസ് ചെയ്ത് വണ്ടിയെ കൂളാക്കാനുള്ള ഒരു റേഡിയേറ്റർ കമ്പനി നൽകുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി അലൂമിനിയം മെറ്റലിലുള്ള, ഹാർഡ് അലൂമിനിയം തന്നെ പറയണം, എൻജിൻ ഗാർഡും വരുന്നുണ്ട്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ താഴെ നിന്ന് കല്ല് കട്ട, എന്താ പറയുക, സിമെൻ്റൊക്കെ അടിച്ച് കൊണ്ട് എൻജിൻ്റെ കേസ് പൊട്ടാതിരിക്കുന്നത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടിപൊളി ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. എക്സ്പൾസ് 200 ഫുള്ള് ടാങ്ക് നിറഞ്ഞിരിക്കുന്ന സൂപ്പർ ബോഡി ഗ്രാഫിക്സ് പുതിയ മോഡൽ വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ബാഡ്ജിങ് വരും. അതുകൂടാതെ 4Vയുടെ ബാഡ്ജിങ്ങും സൈഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2024 വരുമ്പോൾ 13 ലിറ്റർ ഫുൾ മെറ്റൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ടാങ്കാണ് കമ്പനി നമുക്ക് തരുന്നത്. അത് കൂടാതെ ഇത് E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. OBD2 സെൻസറും നമ്മുടെ ഫ്യൂൽ ടാങ്കിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ലേറ്റസ്റ്റ് 20% എത്തനോളുള്ള ഫ്യൂലും നമുക്കിനി ഫ്യൂച്ചറിലായാൽ പോലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ച് കൊണ്ട് നടക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിച്ചസിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം എല്ലാം ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രേ കളറുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന്, ഇപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ വീഡിയോസിന് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാവുന്നതാണ്. ഹാൻഡിൽ ബാർ ലോങ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഓൾറെഡി വരുന്നത്. നമുക്കിത് മാറ്റാം, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഷോർട്ട് ഹാൻഡിൽ ബാറും വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതാണ് ഏറ്റവും പരാജയം എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറോയുടെ ഗ്ലാമറിന് തൊട്ട് ഈ കീയാണ് വരുന്നത്. അത് മാറ്റി ഒരു സെൻട്രൽ ലോക്കിങ്ങുള്ള കീടും വന്നിരിക്കും വണ്ടിക്ക് കിണ്ണനായനെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൂടി ഇൻറ്റഗ്രേറ്റ് ആയിട്ട് ഒറ്റ പോയിന്റിലാണ് കൊടുത്തേക്കുന്നത്. നക്കിൾ ഗാർഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയതൊരു ചീപ്പ് പ്ലാസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ്. അത് കൂടാതെ കുറച്ചുകൂടി ക്ലാമ്പിംഗ് കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വാഹനത്തിന് വരുന്നത്. അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ എൻജിൻ മാൽ ഫങ്ഷൻ, ന്യൂട്രൽ ലൈറ്റ്, അതുകൂടാതെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ് നോട്ടിഫിക്കേഷനുള്ള LED നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. പിന്നെ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ ഫ്യൂൽ ഗേജ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മീറ്റർ കാണിക്കും. അതിൻ്റെ വലതുവശത്തുള്ള പോർഷനിലാണ് മെയിനായിട്ട് കണക്ടിവിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങൾ കാണിക്കുക. അതായത് ബ്ലൂടൂത്ത്, 10x10 ഇൻഡിക്കേഷൻ, അതുകൂടാതെ കോൾ, SMS-ൻ്റെ അലേർട്ട്, ഇതെല്ലാം വലതുവശത്തുള്ള ആ ചെറിയ പോർഷനിലായിരിക്കും വണ്ടിയിൽ കാണിക്കുന്നത്. 2 ബട്ടൺസാണ് വരുന്നത്. സെറ്റ്, മോഡ്, 2 ബട്ടണാണ് വാഹനത്തിന് വരുന്നത്. നമ്മൾ ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്യണം. അതിന് ഹീറോയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിന് 3 ABS മോഡ് വരുന്നുണ്ട്. റോഡ്, ഓഫ് റോഡ്, റാലി, ഈ 3 ABS മോഡും നമുക്ക് ഈ മീറ്ററിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഹീറോ എക്സ്പൾസ് 4 വാൽവ്. 2024 മോഡലിൽ ഇറങ്ങിയ പിന്നെ ഇപ്പോൾ അതിന് വാഹനത്തിന് നമുക്ക് USB, അതായത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB കുത്താനുള്ള പോർട്ട് കൂടെ വാഹനത്തിൽ വരുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൊബൈൽ ഹോൾഡറും വെച്ച് നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യുമ്പോൾ മൊബൈൽ ചാർജ് ചെയ്ത്
കൊണ്ട് നടക്കാവുന്നതാണ്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 199 cc ഓയിൽ കൂൾഡ് 4 സ്ട്രോക്ക് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കമ്പനി തരുന്നത്. ഏകദേശം 18.9 bhp പവർ വരും. 17.3 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക് വരിക. ടോപ്പ് സ്പീഡ് നമുക്ക് 115 കിലോമീറ്ററിൽ വണ്ടി ഓടിക്കാൻ പറ്റും. 40-നും 45-നും ഇടയിലാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഡ്രൈ ക്ലച്ച് മൾട്ടിപ്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് വരും. പിന്നെ ഈ ഫുഡ് റെസ്റ്റിൻ്റെ ഫ്രണ്ടും ബാക്കും ഫുഡ് റെസ്റ്റിൻ്റെ ആ റബ്ബറിലുള്ള ഗാർഡ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് 2 ലിറ്റർ ഫ്യൂൽ എന്തായാലും വാഹനത്തിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് റെസ്റ്റിൻ്റെ മേലുള്ള ഗാർഡ്, ആ റബ്ബറിൻ്റെ പീസ് നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ് വാഹനത്തിന് വരുന്നത്. അലൂമിനിയം മെറ്റീരിയലുള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്വിംഗ് ആമാണ് കമ്പനി ഹീറോ എക്സ്പൾസിന് നൽകിയിരിക്കുന്നത്. 10 പോയിൻറ്റ് പ്രീ ലോഡഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് ഓൺ റോഡിങ്ങിനും ഓഫ് റോഡിങ്ങിനും കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് കമ്പനി തരുന്നത്. ഇത് വളരെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. നല്ല വീതിയുള്ളതും 120/80/18 ബാക്ക് ടയറാണ്. ഹൈലി ഗ്രിപ്പുള്ള, അതുപോലെ തന്നെ കാണാൻ നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള ബാക്ക് ടയറാണ് കമ്പനി വരുന്നത്. അതുകൂടാതെ ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറും സാരി ഗാർഡും ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടിയുടെ കൂടെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നമ്മുടെ കംഫർട്ടബിൾ ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ് റൈഡിങ്ങിനായിട്ട് കമ്പനി നമുക്ക് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ലഗേജ് പ്ലേറ്റ് എന്ന് പറയാം, ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ മോഡലിനേക്കാൾ പുതിയ രീതിയിലുള്ള ലഗേജ് പ്ലേറ്റ് ആണ് വരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഈ LED ടെയിൽ ലൈറ്റ്സ്. അതുകൂടാതെ ഹീറോൻ്റെ ബാഡ്ജിങ് വരും, ബാക്ക് ഇൻഡിക്കേറ്റർ വരും, നമ്പർ പ്ലേറ്റിന് വരെ മേളിൽ ലൈറ്റ്സ് കമ്പനി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലിനേക്കാളും ഒരുപാട് പ്ലാസ്റ്റിക് ഫൈബർ മെറ്റീരിയൽ എല്ലാം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് അപ്സ്വിഫ്റ്റ് ആണ്. അതായത് നമുക്ക് ഓഫ് റോഡ് കണ്ടീഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ചെളിവെള്ളം അതുപോലെ തന്നെ ചെളിയൊക്കെ അടിച്ച് കയറി എക്സോസ്റ്റ് കംപ്ലൈൻ്റ് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. 220 mm ഉള്ള പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് നമുക്ക് ABS വരുന്നില്ല, പക്ഷേ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിൻ്റെ സൈസ് 120/80/18 mm ഉള്ള ഓണും ഓഫ് റോഡും യൂസ് ചെയ്യാവുന്ന ഹൈപ്പർ ക്വാളിറ്റി C8 ടയറാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ബാക്കി ചെറിയ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സൈലൻസറിൻ്റെ പൈപ്പർ. ഇതിൻ്റെ മേളിലായിട്ടൊരു സിൽവറിൻ്റെ ഒരു ഷീൽഡ് വരും. ഇത് സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് അത് PDA ചെയ്യാത്തതുകൊണ്ടാണ് ഷീൽഡ് ഫിറ്റ് ചെയ്യാത്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ലിവർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓഫ് റോഡിങ്ങിന് പറ്റിയ റബ്ബർ എടുത്ത് മാറ്റിയിട്ടുള്ള ടൈപ്പ് ലിവറാണ് വരുന്നത്. കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആണ്, സെൽഫ് സ്റ്റാർട്ട് പിന്നെ ഓൾറെഡി ഉണ്ട്. ഇതാണ് ഫ്യൂൽ പമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, 2.5 ലിറ്റർ ഫ്യൂൽ എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യണം. അത് വണ്ടിയുടെ ഫ്യൂൽ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് നല്ല മൈലേജ് കിട്ടാനും പെർഫോമൻസ് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വണ്ടിക്ക് ഓൾറെഡി കാറ്റലിക് കൺവേർട്ടർ വരുന്നുണ്ട്. കാറ്റലിക് കൺവേർട്ടറിനും സൈലൻസറിൻ്റെ ബെൻഡ് വൈപ്പിനും സേഫ്റ്റിക്കായിട്ട് അഡീഷണൽ ഗാർഡ് എഞ്ചിൻ ഗാർഡിൻ്റെ കൂടെ തന്നെ എക്സ്പൾസിൽ വരുന്നുണ്ട്. അത് എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കേസ് പൊട്ടാതിരിക്കാനും സൈലൻസർ ഡാമേജ് ആവാതിരിക്കാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത എക്സോസിൻ്റെ നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. 2024 ഫെബ്രുവരി 6 ഇന്ന്. ഇതിൻ്റെ ഓൺ റോഡ് ഇന്നത്തെ പ്രൈസ് വരുന്നത് 181 ലോൺ ഇട്ട് എടുക്കണമെങ്കിൽ ഒരു 20,000 രൂപ ആദ്യം അടച്ച് നമുക്ക് വണ്ടി ലോൺ ഇട്ട് ഇറക്കാവുന്നതാണ്. EMI ഒരു 5,000-നും 6,000-നും ഇടയിലാണ് കോസ്റ്റ് വരിക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കൂടുക. പുതിയ വ്യൂസ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.